ഹായ് ഫ്രാൻസ്, അസ്സലാമു അലൈക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴേ പിറ്റേന്ന് രാവിലത്തേക്കുള്ള കാപ്പിക്ക് എന്താണ്, പിന്നെ പഠിത്തമുള്ള ദിവസമാണെങ്കിൽ എന്താണ് ലഞ്ചിന് കൊടുത്തു വിടുന്നത് എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും തലയിൽ. ഞാനാണെങ്കിൽ പിന്നെ ഒരു ടൈം ടേബിളും കൂടി അങ്ങ് സെറ്റ് ചെയ്ത് വെക്കും അതിൻ്റെ കൂടെ. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തൊക്കെ ചെയ്യണം, പിന്നെ ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ. പിന്നെ കൂടെ മുസമ്മിലും കൂടി എഴുന്നേറ്റ് വരുവാണെങ്കിൽ പിന്നെ പറയണ്ട, ഒന്നും നടക്കത്തില്ല. അവനിക്കാണെങ്കിൽ എഴുന്നേറ്റ് വന്ന ഉടനെ ചായ കുടിക്കണം. ഇവിടെ ഒരു 7 മണിയൊക്കെ ആവും. അപ്പോൾ പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ചായയൊക്കെ ഇടുമ്പോഴേക്കും, അപ്പോൾ ചായ കിട്ടിയില്ലെങ്കിൽ ആളുടെ മൂടൊട്ടും ശരിയാവത്തില്ല. പിന്നെ കുറച്ച് നേരം കയ്യിൽ തന്നെ ആയിരിക്കും. കയ്യിൽ വെച്ചുകൊണ്ട് ജോലിയൊക്കെ ചെയ്യുന്നതിനൊരു പരിമിതിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവസാനം ആകുമ്പോഴേക്കും ഞാൻ കിടന്ന് വെപ്രാളപ്പെട്ട് എല്ലാം ഒതുക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് കൊഞ്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കൊഞ്ച് ബിരിയാണി വെച്ച് കൊടുക്കാമെന്ന് തലേന്നേ തീരുമാനിച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ അതിനുള്ള കാര്യവും പിന്നെ നമ്മുടെ കാപ്പിക്കുള്ള കറിയുടെ കാര്യവും ഒരുമിച്ച് തന്നെ സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. മുസമ്മിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് ചായ ഇട്ടതിന് ശേഷം ആയതുകൊണ്ട് അവനെ അതും കൊടുത്ത് ഒരു പരുവത്തിന് ഒതുക്കി അങ്ങിരുത്തി. ഉച്ചക്കത്തേക്ക് കൊടുത്തു വിടുന്നത് കൊഞ്ച് ബിരിയാണി ആയതുകൊണ്ട് അതൊരു വിധത്തിൽ സെറ്റാക്കി മാറ്റി. പിന്നെ കാപ്പിക്ക് ദോശയും ദാലേറിയുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കറിയുടെ പ്രിപ്പറേഷനും അങ്ങ് കഴിഞ്ഞു. പിന്നെ ഇതെല്ലാം ബോക്സിലോട്ട് മാറ്റുന്ന പരിപാടിയാണ് അടുത്തത്. പിന്നെ ഈ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും കേട്ടോ. കാരണം ഒരു പരിധി ഉണ്ടല്ലോ അവരെ മിണ്ടാതിരി എന്ന് പറഞ്ഞ് മിണ്ടാതിരുത്തുന്നതിന്. അതുകൊണ്ട് അവരിടയ്ക്കിടയ്ക്ക് ബഹളം വെച്ചുകൊണ്ടിരിക്കും. ബിരിയാണി ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ. പപ്പടവും കീറിപ്പൊരിച്ച് അതങ്ങ് റെഡിയാക്കി സ്നാക്സിന്. പിന്നെ മുഫീദ് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ആശാനായതുകൊണ്ട് ഒരു 4 ഓറിയോ ബിസ്ക്കറ്റും ഒരു മാൽക്കീസ്റ്റിൻ്റെ ബിസ്ക്കറ്റും കൂടി വെച്ച് കൊടുത്തു. വെള്ളത്തിനാണെങ്കിൽ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അന്നേരം തിളപ്പിച്ച വെള്ളവും പിന്നെ തലേന്നേ തിളപ്പിച്ച് ആറ്റി വെച്ച തണുത്ത വെള്ളവും കൂടി ചേർത്തിട്ടാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. രാവിലെ ഒട്ടുമിക്ക എല്ലാ വീട്ടുകളിലെയും അടുക്കള ഒരു യുദ്ധക്കളം തന്നെ ആയിരിക്കും. പിന്നെ ഇവത്തുങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം വേണം അതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി എടുക്കാൻ. പിന്നെ അതെല്ലാം റെഡിയാക്കി കിറ്റിനകത്തോട്ട് മാറ്റി ഇക്ക അവനെ വണ്ടി കയറ്റി വിടാൻ പോവുകയാണ് കേട്ടോ. അവനെക്കാട്ടി മുമ്പേ നിൽക്കുന്നത് മുസമ്മിലാണ് വണ്ടി കയറ്റി വിടാൻ ഇക്കായെ. എൻ്റെ കണക്ക് ഈ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അടുക്കളയിൽ കയറുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിട്ടേക്കണേടാ, ഈ വട്ടത്തരം വേറെ ആർക്കൊക്കെ ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ കിടക്കുന്ന എന്തോ കാണിച്ചു കൊടുക്കുവാണ് അവന് മുസമ്മിലിന്. അപ്പോഴാണ് സലാം പറഞ്ഞില്ല എന്നുള്ള കാര്യം ഓർത്തത്. ആൾക്ക് എന്തിനും കരച്ചിലാണ് കേട്ടോ. അവന് കരഞ്ഞോണ്ട് ഓടി വരുവാണ് സലാം പറയാൻ. പിന്നെ ഞങ്ങൾക്ക് സലാമൊക്കെ പറഞ്ഞ് അവനങ്ങ് ചെന്നപ്പോഴേക്കും വണ്ടിയും വന്നു, അവൻ പോയി.